ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ഫൺ ആൻഡ് ട്രാവൽ വ്ളോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെ മുതൽ നമ്മൾ തായ്ലൻഡ് സീരീസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു തുടങ്ങി. ഇന്നലെ പാർട്ട് 1 ആയിരുന്നു. അത് കാണാത്തവർ ഓടിപ്പോയിട്ട് കാണുക. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒരു 10 days നീണ്ടു നിന്ന ട്രിപ്പിന്റെ വീഡിയോസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ താമസിച്ച ഹോട്ടലിന്റെ വിശേഷങ്ങളും അത് എങ്ങനെ ബുക്ക് ചെയ്യാം, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളും ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഇവിടുത്തെ നമ്മുടെ പട്ടായയിലെ സിറ്റിയുടെ കുറച്ച് വിഷ്വൽസും പിന്നെ വൻ വെറൈറ്റി ആയിട്ടുള്ള തായ്ലൻഡ് ഫുഡ് കൾച്ചറിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെയാണ് നമ്മൾ ഈ വ്ലോഗിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല, കാഴ്ചകളിലേക്ക് പോവാം. ഉണ്ടോ വണ്ടിനെ തൊഴിലൊക്കെ തിന്നുന്നേ? അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ, പട്ടായ ബ്ലൂ സ്കൈ. ഇനി അതിൻ്റെ കാഴ്ചകളും റൂമിൻ്റെ ചെറിയ ടൂറൊക്കെ കാണാം നമുക്ക്. ഈ ഹോട്ടൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ലോബി. നമ്മൾ കൊടുത്ത പേപ്പർ വർക്ക്സ് എല്ലാം അവർ നോക്കിയിട്ട് കൺഫേം ചെയ്യാണ് ബുക്കിംഗ്. സ്റ്റാഫ്സ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് എല്ലാം കൊണ്ടു തന്നിട്ടുണ്ട്. നമ്മളെ കംഫർട്ടബിൾ ആക്കി ഇരുത്തിയിട്ട് നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് എല്ലാം നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ടാണ് വന്നത്. ഗോയ്ബിബോ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് വഴിയാണ് നമ്മൾ ചെയ്തത്. നല്ല ഡിസ്കൗണ്ടഡ് റേറ്റിനാണ് റൂം കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം 507. ഇനിയിപ്പം റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. യാത്ര ചെയ്ത് ക്ഷീണിച്ച ആവശ്യമായി ഓടിപ്പോയി എൻ്റെ ഭാര്യ അവിടെ പെട്ടെന്ന് ഇരിപ്പുണ്ട്. ചെറിയൊരു റൂം ടൂർ നമുക്ക് ചെയ്യാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റൂം കണ്ടിട്ട്, ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട്. പിന്നെ നമുക്ക് ബാൽക്കണി ഉള്ള റൂമാണ്. ഞാൻ പറഞ്ഞു സുപ്പീരിയർ ബാൽക്കണി റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നീറ്റ് ആൻഡ് ടൈഡി ആണ്. നമുക്ക് എല്ലാ ഹോട്ടലിലും ഉള്ളതുപോലെ എന്താ പറയുന്നത്, കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്സും കോഫി അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ സ്നാക്സ് എല്ലാം ഉണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള. നോ സ്മോക്കിംഗ് ബോർഡ് ഉണ്ട്. ചില ഹോട്ടലിലൊക്കെ സ്മോക്കിംഗ് എല്ലാം അലൗഡ് ആണ്, പക്ഷേ ഈ ഹോട്ടലിൽ നോ സ്മോക്കിംഗ് ആണ്. പിന്നെ കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്സ് അല്ല, നമുക്ക് ഡ്രിങ്ക്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഫ്രിഡ്ജിൽ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, പക്ഷേ ഇതൊക്കെ അവർ ചാർജ് ചെയ്യുന്നതാണ്. നേരത്തെ ഞാൻ കാണിച്ചത് മാത്രം കോംപ്ലിമെൻ്ററി, ഇതെല്ലാം അവർ ചാർജ് ചെയ്യുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നൊരു കാര്യമാണ് വാഷ്റൂം. റൂം എത്ര നന്നായിട്ടും കാര്യമില്ല, വാഷ്റൂം കൊള്ളത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു ഷവർ ഏരിയ ഉണ്ട്. പിന്നെ സോപ്പ്, ഷാംപൂ അങ്ങനെയുള്ള ഐറ്റംസ്, ബ്രഷ്, പേസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഒരു സേഫ് ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാല്യുബിൾസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലോക്ക് ചെയ്തിട്ട് പോകാം. പിന്നെ ഇത് ചെറിയൊരു വാർഡ്രോബാണ്, നമുക്ക് ക്ലോത്ത്സ് എല്ലാം തൂക്കിയിടാം. പിന്നെ അവർ ചെറിയൊരു കോംപ്ലിമെൻ്ററി അംബ്രല്ല പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂള് ടെറസിലുണ്ട്. പിന്നെ ചെറിയൊരു ജിം ഏരിയ ഉണ്ട്. പിന്നെ ഫ്രീ വൈഫൈ, റെസ്റ്റോറൻറ്റ്, അങ്ങനെ ബേസിക്കായിട്ട് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഹോട്ടലാണിത്. ഞാൻ ഈ ഹോട്ടല് സെലക്ട് ചെയ്യാനുള്ള റീസൺ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് വഴി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ആദ്യത്തെ റീസൺ ഈ പട്ടായ ബ്ലൂ സ്കൈ എന്ന് പറയുന്ന ഹോട്ടൽ തിരഞ്ഞെടുക്കാനുള്ള ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ്. ഭയങ്കര നല്ല സർവീസ് ആണ് അവിടുത്തെ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 4.4 ആണ്. പല വെബ്സൈറ്റുകളിലും ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. മോശം ഒരു അഭിപ്രായം ഞാൻ കണ്ടില്ല. അവിടെ പോയ എല്ലാവരുടെയും റിവ്യൂസ് എല്ലാം ഞാൻ ഒരുപാട് വായിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ റൂം ബുക്ക് ചെയ്തത്.
പിന്നെ ഏറ്റവും നമുക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നോക്കുന്നത് നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് എത്ര ദൂരമുണ്ട് എന്നുള്ളതാണ് ടൂറിസ്റ്റ് അട്രാക്ഷൻസിലേക്ക്. അപ്പം ഇത് നല്ലൊരു ഏരിയയിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ലൊക്കേഷനാണ്. ഇതിന്റെ ചുറ്റിനുമാണ് എന്താ പറയുന്നത് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എല്ലാം. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന്റെ ചുറ്റിനുമുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്തോരം ദൂരം ഉണ്ടെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഹോട്ടല്. ഈ ചുമപ്പ് പോപ്പ് ഹെഡ് എല്ലാം കാണിച്ചിരിക്കുന്നത് അത് മുഴുവൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ്. അപ്പം ഞാൻ എന്തോരം ദൂരമുണ്ട് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ടൂറിസ്റ്റ് അട്രാക്ഷൻസിലേക്ക് എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, സാങ്ച്വറി ഓഫ് ട്രൂത്ത്, ഒരു നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു ടെമ്പിൾ ആണ്. അതിന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ്സേ ഉള്ളൂ. പിന്നെ മിനിസിയം എന്ന് പറയുന്ന വേറൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ 11 മിനിറ്റ്സ്. ടൈഗർ പാർക്കിലേക്ക് 24 മിനിറ്റ്സ്. അങ്ങനെ മിക്ക ടൂറിസ്റ്റ് അട്രാക്ഷനിലോട്ടും 5 to 10 അല്ലെങ്കിൽ 21 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. മില്യൺ ഇയർ സ്റ്റോൺ പാർക്ക് ആൻഡ് പട്ടായ ക്രൊക്കോഡൈൽ ഫാം അങ്ങോട്ട് പോകാൻ 16 മിനിറ്റ്സേ ഉള്ളൂ. പിന്നെ അണ്ടർ വാട്ടർ വേൾഡിലേക്ക് പോകാൻ 20 മിനിറ്റ്സേ ഉള്ളൂ. പിന്നെ പട്ടായ സിറ്റി സൈൻ, അങ്ങോട്ട് നമ്മുടെ സിറ്റിയുടെ കംപ്ലീറ്റ് വ്യൂ കിട്ടും. അവിടെ നിന്നുള്ള ഒരു ഫോട്ടോ ഒക്കെ നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ്. പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് 22 മിനിറ്റ്സ്. റിപ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ടിന്റെ ഒരു പ്രദർശനം, ഒരു എക്സിബിഷൻ, അങ്ങോട്ടേക്ക് പോകാൻ 15 മിനിറ്റ്സേ ഉള്ളൂ. അങ്ങനെ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലേക്കും പോകാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയ സമയം മതി. അതാണ് ഈ ഹോട്ടലിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ലൊക്കേഷന്റെ പ്രത്യേകത. അതിന്റെ ചുറ്റും അതിന്റെ അടുത്ത് തന്നെ വേറെ ഹോട്ടൽസ് ഉണ്ട്. പക്ഷെ ആ ഹോട്ടൽസിനൊക്കെ ഈ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നിയർ ബൈ ആയതുകൊണ്ട് ഭയങ്കര റേറ്റ് ആണ്. അപ്പം ഈ ഹോട്ടലിൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര റേറ്റ് കുറവാണ്. പക്ഷെ സർവീസസ് മറ്റേ ഹോട്ടൽസിനെ അതിന്റെ മുകളിൽ നിൽക്കുന്ന സർവീസും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഈ ഹോട്ടൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നമ്മുടെ പോക്കറ്റിൽ നിൽക്കുന്ന ഒരു ഹോട്ടലാണ്. പിന്നെ എല്ലാവരും പോകുന്ന ഒരു അട്രാക്ഷൻ ആണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകുന്ന ഒരു അട്രാക്ഷൻ ആണ് കോറൽ ഐലൻഡ് എന്ന് പറയും. അത് ഈ കാണുന്ന ഐലൻഡ് ആണ്. കണ്ടോ, പട്ടായ ബ്ലൂ സ്കൈ, ഇത് കോറൽ ഐലൻഡ്. ഹോട്ടലിന്റെ അടുത്തു നിന്നാണ് കോറൽ ഐലൻഡിലേക്ക് പോകാനുള്ള ബോട്ട് സർവീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ട് എത്തിപ്പെടാനും ഭയങ്കര എളുപ്പമാണ്. ഇവിടെയാണ് ഐലൻഡ്സ് എല്ലാം. ഇവിടെ ഈ ബീച്ച് ഏരിയയിലാണ് പാരാസൈലിങ്, ബോട്ടിങ്, ജെസ്കി അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത്. അപ്പം ഇത് ഹോട്ടല് അവിടെ ഈ ഏരിയ ചുറ്റിപ്പറ്റിയാണ് എല്ലാ കാര്യങ്ങളും, മോസ്റ്റ് ഹാപ്പനിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം ആ ഒരു റീസൺ ആണ് ഞാൻ ഈ ഹോട്ടൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഈ ഹോട്ടലിലെ പ്രൊമോഷൻ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇവിടെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. സ്റ്റേയും അത് ചൂസ് ചെയ്യുന്ന കറക്റ്റ് ലൊക്കേഷൻസ് എല്ലാം ശരിയാവണം. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാനത് കാണിക്കുന്നത്. എന്താ പറയുന്നത്, ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പേടിയുള്ളവർക്ക് നമ്മുടെ ഇന്റർനാഷണൽ ഫുഡ് ചെയിൻസ് ആയിട്ടുള്ള ഫുഡ് ബ്രാൻഡ്സ് ഉള്ള മക്ഡൊണാൾഡ്സ്, KFC അങ്ങനെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളും വാക്കബിൾ ഡിസ്റ്റൻസിലാണുള്ളത്. അപ്പം അതാണ് മെയിൻ കാരണം, എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ നമുക്കിത് കണ്ടോ, ഇറങ്ങി ഉടനെ റൈറ്റിൽ തന്നെ കണ്ടോ മക്ഡൊണാൾഡ്സ് നമുക്ക് കാണാം. നമ്മുടെ ഹോട്ടലിൽ ഇറങ്ങി ആ റോഡ് മെയിൻ റോഡിലോട്ടാണ് കയറുന്നത്. നമ്മൾ പോയി കഴിയുമ്പം ഇത് കണ്ടോ, കാണാവോ, അത് ആ ബോർഡ് മക്ഡൊണാൾഡ്സിൻ്റെ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. തന്നെ കണ്ടോ ഒരു ഇന്ത്യൻ കട, ദോശ ഫോർ യു എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. സമൂസ, ടീ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ബ്രെഡ്, പനീർ പൊറോട്ട, പ്ലെയിൻ ദോശ, എല്ലാ സംഭവങ്ങളും എന്താണ്ട് റേറ്റും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഷോപ്പ്, കണ്ടോ, ദോശ ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഷോപ്പ്. ഇറങ്ങിയ ഉടനെ സോയ് 5-ലാണ് നമ്മുടെ ഹോട്ടല്. അപ്പോൾ നമ്മളിപ്പം മക്ഡൊണാൾഡ്സിലാണുള്ളത്. അപ്പോൾ ഇതാണ് മെക് സ്പൈസി ബർഗർ. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടിട്ട് നല്ലതെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലുള്ള മെനു ഒന്നും അല്ല ഇവിടെയുള്ള, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സെയിം ആയിട്ടുള്ള. വിലയൊക്കെ തന്നെയായ വിലയാണ്. ഇത് ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ ഞാൻ ചോദിച്ച കാര്യങ്ങളൊന്നും ഇവരുടെ കയ്യിലില്ല. കൂൾ ഡ്രിങ്ക്സ് ഒന്നുമില്ല. അപ്പം മിനറൽ വാട്ടർ അങ്ങ് മേടിച്ചു. ഇനി ഇത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം.
തെറ്റ് പറയാനില്ല, നല്ല സാധനമാണ്. എരിവുണ്ട്, എനിക്കെപ്പോഴും എരിവുള്ള ഫുഡാണ് ഇഷ്ടം. അതുകൊണ്ടാണ് സ്പൈസി ബർഗർ പറഞ്ഞ നല്ല സാധനമാണ്, കുഴപ്പമില്ല. ഇതൊന്നും കഴിക്കില്ല കേട്ടോ. നമ്മളിപ്പോൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് ഫുഡ് കഴിച്ചു, ബർഗർ കഴിച്ചു, നല്ലതായിരുന്നു. സ്പൈസിയാണ്, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അത് തന്നെ ഹൈലൈറ്റ്. ഇഷ്ടപ്പെട്ടോ? പേടിപ്പിക്കാതെ പ്രേക്ഷകരെ. ഞാൻ ചുമ്മാ പുറത്തോട്ട് പോയി കഴിഞ്ഞപ്പം ഇവിടെ വേറൊരു ഇന്ത്യൻ കടയും കൂടി കണ്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആ കോർണറിൽ കാണുന്ന കടയാണ്, കണ്ടോ, അവിടെ കാണുന്ന കടയാണ് ഇന്ത്യൻ തന്തൂരി ഹൗസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ പഞ്ചാബ് സ്റ്റൈലിലുള്ള ഫുഡാണെന്ന് തോന്നുന്നു. അപ്പം വൈകുന്നേരം അവിടെ നിന്ന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ, ഫുഡല്ല, ഒരു ചെറിയ ബർഗർ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ചുമ്മാ പട്ടായ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, കോറൽ ഐലൻഡിൻ്റെ പാക്കേജസ് എല്ലാം നോക്കാം, അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇന്ന്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം എൻ്റെ അടുത്ത് ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവേഴ്സ് പെർമിറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്കൂട്ടർ റെൻറ്റ് ചെയ്യാം. അതാണ് ഏറ്റവും ചീപ്പസ്റ്റ് വേ നമുക്ക് ഇവിടെ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡ്രൈവേഴ്സ് പെർമിറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. അത് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിപ്പോൾ മക്ഡൊണാൾഡ്സിൽ ഇറങ്ങിയിട്ട് നമുക്ക് പട്ടായ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി ബീച്ചും എല്ലാം ഒന്ന് പോയി നമുക്ക് പാക്കേജസ് എല്ലാം കണ്ടുപിടിക്കാം. എവിടെ ബൈക്ക് റെൻറ്റ് കിട്ടുന്ന കടകളെല്ലാം നോക്കി കണ്ടുപിടിച്ച് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് നമുക്ക് ബൈക്ക് റെൻറ്റ് ചെയ്യാം. അപ്പോൾ പോവാം. നമുക്ക് നടന്നു നോക്കാം, പട്ടായയിലെ കാഴ്ചകളെല്ലാം കാണാം. ഞാൻ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, നമുക്ക് പോയി നോക്കാം. അവിടെ നമുക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പം പുള്ളി ഇങ്ങനെ ഇറങ്ങിയ ഉടനെ നമ്മളെ കണ്ടപ്പം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യൻ ഫുഡ്, പഞ്ചാബി ഫുഡ്, തന്തൂരി ഫുഡ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം നമുക്കിത് ട്രൈ ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇതാണ് കട. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, മസാജ് പാർലറുകളാണെന്ന് തോന്നുന്നുണ്ട് ഇതെല്ലാം. ഇവിടെയാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള അൽക്കസാർ ഡാൻസ് ഷോ നടക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡി ബോയ്സ് ആണ് ഈ ഷോ അവതരിപ്പിക്കുന്നത്. വേൾഡ് ഫേമസ് ആണ്, നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ നമ്മുടെ പ്ലാനിൽ ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കോറൽ ഐലൻഡിൻ്റെ പാക്കേജസും പിന്നെ ഒരു ബൈക്ക് റെൻറ്റ് ചെയ്യണം എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ജ്യൂസ് കട കണ്ടു. അപ്പോൾ നമുക്ക് ചെറിയൊരു ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് ബാക്കി എക്സ്പ്ലോർ ചെയ്യാം. കണ്ടോ, ലാമ്പിൻ്റെ ഷവർമയാണിത്. പിന്നെ ഒരുപാട് ജ്യൂസ് ഐറ്റംസ് ഉണ്ട് കണ്ടോ. ഇതുപോലെ അവർ ഗ്ലാസ്സിൽ ഓരോ ഫ്രൂട്ട്സ് ആക്കി വെച്ചേക്കുകയാണ്. അത് കംപ്ലീറ്റ്ലി നമുക്ക് അടിച്ചു തരും കേട്ടോ. നമ്മൾ ചൂസ് ചെയ്യുക ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അതിനകത്തുള്ള ആ ഫ്രൂട്ട് മുഴുവനായിട്ടാണ് അവരിട്ട് അടിച്ചു തരുന്നത്, അല്ലാതെ ഒന്നോ രണ്ടോ പീസൊന്നും ഇട്ടിട്ടല്ല. അത് മുഴുവനായിട്ടിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരടിച്ചു തരും. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്, കൂടുതൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പം ഇത് കുടിച്ചിട്ട്, ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ട് ബാക്കി നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ വാട്ടർ മെലൺ ഷേക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. 40 ബാത്താണ് വാട്ടർ മെലൺ ഷേക്കിന്. ഇത്രയും പോകുന്ന വലിയൊരു ഗ്ലാസ്സിൽ 50 ബാത്തേ ഉള്ളൂ വാട്ടർ മെലണിന്. നഷ്ടമില്ലാന്ന് എനിക്ക് തോന്നുന്നു. 40 ബാത്തേ ഉള്ളൂ, നഷ്ടമില്ലെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കുടിച്ചിട്ട്. ഉണ്ടോ വണ്ടിനെയും തേളിലെയൊക്കെ തിന്നുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടും തേളും പാറ്റ ചെറിയ പ്രാണികളെല്ലാമാണ്. പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുക്ക് ചെയ്ത് അതുപോലെ തരും. നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്നും കൂടി നോക്കാവേ. ഇതിനകത്തിട്ടിട്ട് വറുത്ത് തരും നമുക്ക്. സ്കൂട്ടറിലാണ് എല്ലാ പരിപാടി. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇത്രയും വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ടുണ്ട്.
അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിട്ടാണ് അതിനെയൊക്കെ ഒരു വറുത്ത് തിന്നുന്നത്. അതൊക്കെ അപ്പം അവരുടെ ഒരു ഫുഡ് കൾച്ചറാണത്. നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് ദൂരിയ എന്ന് പറഞ്ഞ ഫ്രൂട്ട്. നമ്മുടെ ചക്ക പോലെ ഇരിക്കും, പക്ഷെ ഇതിന് വല്ലാത്തൊരു മണമാണ്. ആ സാധനം അവർ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നതാണിത്, അവർ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. ഈ കാണുന്നത് ഉണ്ടോ, നമ്മൾ ചക്കച്ചുള്ള പോലെ തന്നെ, പക്ഷെ വല്ലാത്തൊരു മണം ഇതിന്. ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് പോകാൻ പാകത്തിന് വെച്ചിട്ടുണ്ട്. അത് നല്ല പരിപാടിയാണ്. നമുക്ക് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ മേടിച്ച് കഴിച്ചിങ്ങനെ നടക്കാം. വണ്ടിനെയും പാറ്റയും തേളിനെയും ഒന്നും വേണ്ടാത്തവർക്ക്. നമ്മുടെ കാടമുട്ടയാണ് സംഭവം. അത് ഉണ്ണിയപ്പത്തിൻ്റെ പാത്രമില്ല, അതുപോലത്തെ ഒരു പാത്രത്തിനകത്തിട്ട് പൊട്ടിച്ചൊഴിച്ച് ഉണ്ണിയപ്പം പോലെ തരും. നല്ല രസമുണ്ട് അത് കാണാൻ. അവിടെ ഒരു വെറൈറ്റി സംഭവം ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ കാടമുട്ട കണ്ടു, കോണല്ല, അത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത്. സ്ഥിരമായിട്ട് കാണാത്തൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വെറൈറ്റി സാധനം. പാറ്റയും തേളൊക്കെ ഒരു വെറൈറ്റി ആയിരുന്നെങ്കിലും ഇത് കുറച്ച് കൂടിയൊരു വെറൈറ്റി ആയിപ്പോയി. ഇത് ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ട്, നമുക്കൊന്നും പിടിക്കത്തില്ല. നമ്മൾ അതിൻ്റെ അടുത്ത് പോകുമ്പം ചെറിയൊരു സ്മെല്ലുണ്ട്. പക്ഷേ ഇതിൻ്റെ മീറ്റ് ഭയങ്കര നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഫാറ്റ് തീരെ ഇല്ലാത്ത നല്ല മീറ്റാണെന്നാണ് പറയുന്നത്. നമുക്ക് പക്ഷേ ഇതൊന്നും ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു വെറൈറ്റി കാഴ്ചയായിരുന്നു. അപ്പോൾ ഈ കാണുന്നതെല്ലാം മുതലയുടെ ഒറിജിനൽ തലയാണ് കേട്ടോ. അപ്പം എന്നും ബാർബിക്യൂ ചെയ്തതിൻ്റെ ശേഷം ഇങ്ങനെ തല അവർ കട്ട് ചെയ്തിട്ട് അവർ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ഒറിജിനൽ തലയാണ് ഈ കാണുന്നതെല്ലാം മുതലയുടെ. കാണുന്നത് കണ്ടേ, അവിടെ കിടന്നിട്ട് ബാർബിക്യൂ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മുതല. നമുക്ക് വേണ്ടിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പുള്ളി അത് പോസ് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. നല്ലൊരു മനുഷ്യൻ. അപ്പോൾ ഇന്നത്തെ വിചിത്രമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മുതല ബാർബിക്യും മറ്റു കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ തായ്ലൻഡ് വിശേഷങ്ങളും വൈവിധ്യമായ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ബെല്ലൈക്കൺ ഞെക്കി ഓൾ എന്ന് കൊടുക്കുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ലൈവായിട്ട് നിങ്ങൾക്ക് ഫോണിലും കമ്പ്യൂട്ടറിലും എത്തിച്ചേരുന്നതായിരിക്കും. താങ്ക്